ഹായ് സ്റ്റുഡൻസ്, വെൽക്കം ടു ലേൺ വിത്ത് SRG. അപ്പോൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് നമ്മുടെ RRB NDPC എക്സാം സീരീസിൻ്റെ ഭാഗമായിട്ട് കഴിഞ്ഞ NDPC എക്സാമിന് ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസും അതുമായി ബന്ധപ്പെട്ട കുറച്ച് കാര്യങ്ങളുമാണ് ഇവിടെ നോക്കാൻ പോകുന്നത്. ഓക്കെ, സോ നമുക്കറിയാം NDPCയുടെ ഡേറ്റ് നമുക്ക് വന്നു. ഇനി വളരെ കുറച്ച് ദിവസം മാത്രമേ നമുക്ക് NDPC എക്സാമിനുള്ളൂ. അപ്പോൾ NDPC എക്സാമിൻ്റെ ജനറൽ അവയർനെസ്സിൽ നമുക്ക് നല്ലൊരു മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റുന്നതാണ്. പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യനിൽ നിന്നും ഒരുപാട് നമ്മൾ ഓൾറെഡി തന്നെ അതിൻ്റെ ഒരു ഭാഗമായിട്ട് തന്നെ കഴിഞ്ഞ NDPC എക്സാമിന് ചോദിച്ച് കുറേ ക്വസ്റ്റ്യൻസ് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പം അതിൻ്റെ ഭാഗമായി തന്നെയാണ്. അപ്പോൾ ആ വീഡിയോ കാണാത്തവരുണ്ട്, ആ വീഡിയോ കാണുക. കാരണം കഴിഞ്ഞ വർഷം അതും നമ്മൾ ടോപ്പിക്ക് ബേസ് ചെയ്ത് ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. ഇന്ന് ഞാനൊരു ഓവറോൾ ഒരു ടോട്ടലി എല്ലാത്തിനും ചോദിച്ചിട്ടുള്ള കുറച്ച് ക്വസ്റ്റ്യൻസുമായിട്ടാണ് വന്നിരിക്കുന്നത്. സോ നമുക്ക് നോക്കിയാൽ എന്തൊക്കെയാണെന്നൊക്കെ ഉള്ള. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഹു ഈസ് ഫേമസ്ലി നോൺ ആസ് ബീഹാർ കേസരി? ആരാണ് ബീഹാർ കേസരി എന്ന പേരിൽ അറിയപ്പെടുന്നത്? ബീഹാർ കേസരി ആരാണ്? ഹു ഈസ് നോൺ ആസ് ബീഹാർ കേസരി? സോ ഓപ്ഷൻ ബി ശ്രീകൃഷ്ണ സിംഹയാണ്. ഓപ്ഷൻ ബി ശ്രീകൃഷ്ണ സിംഹയാണ് ആര് ബീഹാർ കേസരി എന്ന പേരിൽ അറിയപ്പെടുന്നത്. ആരാ ബീഹാർ കേസരി? ശ്രീകൃഷ്ണ സിംഹ. ഇമ്പോർട്ടൻ്റ് ആണ് കേട്ടോ. നമ്മൾ പെട്ടെന്ന് രാജേന്ദ്ര പ്രസാദ് എടുക്കും അല്ലേ, രാജേന്ദ്ര പ്രസാദ് അല്ല കേട്ടോ. ആരാണ്? ശ്രീകൃഷ്ണ സിംഹ. അതുപോലെ ടി പ്രകാശോ, പുള്ളിയും ഒരു കേസരി എന്ന് പറഞ്ഞാൽ എന്താ? സിംഹം എന്നാണ് അല്ലേ. കേസരി എന്ന് പറഞ്ഞാൽ സിംഹം അല്ലേ. അപ്പോൾ ബീഹാറിൻ്റെ സിംഹം ശ്രീകൃഷ്ണ സിംഹ. ഇവിടുത്തെ സിംഹമാണ് ടി പ്രകാശം. ആന്ധ്ര കേസരി, ആന്ധ്ര കേസരി എന്നറിയപ്പെടുന്നത് ആരാണ്? ടി പ്രകാശം. ടി പ്രകാശമാണ് ആന്ധ്ര കേസരി. അതുപോലെ ലാലാ ലജ്പത് റായിയോ? ലാലാ ലജ്പത് റായി എന്ന് പറയുന്നത് പഞ്ചാബിൻ്റെ കേസരി. പഞ്ചാബിൻ്റെ കേസരിയാണ് ആര്? ലാലാ ലജ്പത് റായി കേട്ടോ. ലാലാ ലജ്പത് റായി ഇവിടുത്തെ പഞ്ചാബ് കേസരി എന്ന് അറിയപ്പെടുന്നു. ആരാണ്? ലാലാ ലജ്പത് റായി, പഞ്ചാബിൻ്റെ കേസരി. ഓക്കെ, സോ നമുക്ക് ഈ പറഞ്ഞ പോലുള്ള ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള പേരുകൾ, അതായത് നമുക്ക് ഈ നിക്നെയിമുകൾ ചോദിക്കും. അപ്പോൾ ആരാ ഇന്ത്യയുടെ ബിസ്മാർക്ക് എന്ന് പറയുന്നത്? ബിസ്മാർക്ക് ഓഫ് ഇന്ത്യ, ഇന്ത്യയുടെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്ന ആരാ? നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലാണ് അല്ലേ. നമ്മുടെ സർദാർ വല്ലഭായ് പട്ടേലാണ് ഇന്ത്യയുടെ ബിസ്മാർക്ക് എന്നറിയപ്പെടുന്നത് അല്ലേ. ബിസ്മാർക്ക് ആരാണ്? സർദാർ വല്ലഭായ് പട്ടേലാണ്. ഓക്കെ, സോ ഇങ്ങനത്തെ നിക്നെയിമുകൾ എന്ത് ചെയ്യുക? നോട്ട് ചെയ്ത് വെക്കുക. എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കും. ഓക്കെ, ദെൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോയാലോ. അടുത്ത ചോദ്യം, ഹു ലീഡ് ദി ബാറ്റിൽ ഓഫ് പ്ലാസി ഓൺ ബിഹാഫ് ഓഫ് ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി? ഓക്കെ, ബാറ്റിൽ ഓഫ് പ്ലാസി നമ്മൾ ഹിസ്റ്റോറിക്കൽ ഒരു ഇവൻ്റ് ആണല്ലേ. സോ ഫസ്റ്റ് ഓഫ് ഓൾ, പ്ലാസി യുദ്ധം ഏത് വർഷമാണ്? 1757 അല്ലേ. അതൊരു ചോദ്യമാണ് കേട്ടോ. പ്ലാസി ഏത് വർഷമാണ് നടന്നത്? അത് ചോദിക്കുന്നൊരു ചോദ്യമാണ്. 1757 പ്ലാസി യുദ്ധം നടന്നത്. അത് ആരൊക്കെ തമ്മിലെന്നാണ്. സോ നമുക്കറിയാം, അത് ബംഗാളിൻ്റെ നവാബായ സിറാജ് ഉദ് ദൗള VS ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനി അല്ലേ. ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയും ബംഗാളിൻ്റെ നവാബായ സിറാജ് ഉദ് ദൗളയും തമ്മിൽ നടന്ന യുദ്ധമാണ്. അപ്പോൾ അത് നമ്മുടെ ചോദ്യം, ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിയെ നയിച്ചത് ആരാണ്? സോ ഓപ്ഷൻ സി റോബർട്ട് ക്ലൈവ് അല്ലേ. ഇമ്പോർട്ടൻ്റ് ആണ്. പ്ലാസി യുദ്ധം ആരൊക്കെ തമ്മിലാണ്? സിറാജ് ഉദ് ദൗളയും റോബർട്ട് ക്ലൈവും തമ്മിലായിരുന്നു. ഏത് യുദ്ധം? പ്ലാസി യുദ്ധം. ഏത് വർഷം? 1757 പ്ലാസി യുദ്ധം. ഇവിടെ ആരൊക്കെ തമ്മിൽ? സിറാജ് ദൗള VS റോബർട്ട് ക്ലൈവ്. ഓക്കെ, സോ ഒരു ഇമ്പോർട്ടൻ്റ് ഇതുപോലെ ചോദിക്കുന്ന വേറൊരു യുദ്ധമാണ് ബാറ്റിൽ ഓഫ് ബക്സാർ യുദ്ധം. ബക്സാർ അതേ വർഷം എന്നറിയോ? ബക്സാർ അത് 1764 1764 1764 ഏത് യുദ്ധം? ബക്സാർ യുദ്ധം വന്നത്. പ്ലാസി 57 ബക്സാർ 64. ഓക്കെ, ദെൻ മൂന്നാമത്തെ ക്വസ്റ്റ്യനിലോട്ട് പോയാലോ. നമ്മുടെ മൂന്നാമത്തെ ചോദ്യം, വിച്ച് 5-year പ്ലാൻ വാസ് ബേസ്ഡ് ഓൺ ദി ഐഡിയ ഓഫ് മഹലനോബിസ്? സോ നമുക്കറിയാം നമ്മുടെ 5-year പ്ലാനുകൾ അല്ലേ. ഇത് നമുക്ക് 5-year പ്ലാൻ ഇല്ല അല്ലേ. അപ്പോൾ നമുക്ക് നമ്മുടെ 5-year പ്ലാൻ എന്ന് ആരംഭിച്ചത്?
1951 അല്ലേ നമ്മുടെ ആദ്യത്തെ 5 ഇയർ പ്ലാൻ അല്ലേ, ഫസ്റ്റ് 5 ഇയർ പ്ലാൻ. 51 മുതൽ 56 വരെയായിരുന്നു ആദ്യത്തെ 5 ഇയർ പ്ലാന്. ആദ്യത്തെ 5 ഇയർ പ്ലാനിൻ്റെ പേരായിരുന്നു ഏത്, എന്ത് മോഡൽ? ഹരോൾഡ് ഡോമർ മോഡൽ. ഫസ്റ്റ് ആദ്യത്തെ 5 ഇയർ പ്ലാനിൻ്റെ പേര് എന്താണ്? ഹരോൾഡ് ഡോമർ മോഡൽ. നമ്മുടെ രണ്ടാമത്തെ 5 ഇയർ പ്ലാനിൻ്റെ പേരാണ് മഹലനോബിസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ. സോ ആൻസർ ഏതാണ്? ഓപ്ഷൻ 4 ആണ് അല്ലേ, സെക്കൻഡ് 5 ഇയർ പ്ലാൻ. നമ്മുടെ രണ്ടാമത്തെ 5 ഇയർ പ്ലാൻ ആണ്. രണ്ടാമത്തെ 5 ഇയർ പ്ലാൻ്റെ പീരീഡ് എന്ന് പറഞ്ഞാൽ 56 to, നേരത്തെ നമ്മൾ കണ്ട 56 വരെയായിരുന്നു, 56 മുതൽ 61 വരെയായിരുന്നു രണ്ടാമത്തെ 5 ഇയർ പ്ലാന്. അതിൻ്റെ പേരാണ് മഹലനോബിസ് മോഡൽ എന്ന് പറയുന്നത്. മഹലനോബിസ് സെക്കൻഡ് 5 ഇയർ പ്ലാനാണ്. ഓക്കെ, എക്സാം പോയിന്റ് ഓഫ് വ്യൂ ചോദിക്കുന്നതാണ്. അതുപോലെ നമ്മുടെ ഫിഫ്ത്ത് 5 ഇയർ പ്ലാൻ, നമ്മുടെ അഞ്ചാമത്തെ 5 ഇയർ പ്ലാനിൻ്റെ പ്രത്യേകമാണ്. അതിലാണ് നമ്മുടെ ഏതാണ്? ഗരീബി ഹട്ടാവോ കേട്ടാ, ഏത് 5 ഇയർ പ്ലാനാ? ഫിഫ്ത്ത് 5 ഇയർ പ്ലാൻ. നമ്മുടെ അഞ്ചാമത്തെ 5 ഇയർ പ്ലാനിലാണ് ഗരീബി ഘട്ടാവോ എന്ന് പറയുന്ന ആ ഒരു പ്ലാന് എന്ത് ചെയ്യുന്നത്, ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്. കേട്ടോ, അഞ്ചാമത്തെ, അത് ചോദിക്കും കേട്ടോ, ഗരീബി ഘട്ടാവോ ഏത് 5 ഇയർ പ്ലാനിലാണ് ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത്? അഞ്ചാമത്തെ 5 ഇയർ പ്ലാനിലാണ് ഗരീബി ഘട്ടാവോ എന്ന് പറയുന്ന ആ ഒരു പ്ലാന് ഇൻട്രൊഡ്യൂസ് ചെയ്തത്. അതും സ്ഥിരമായി ചോദിക്കുന്ന ഒരു ചോദ്യമാണ് കേട്ടോ. സോ നോട്ട് ചെയ്ത് വെക്കുക. ഓക്കെ, സോ മഹലനോബിസ് സെക്കൻഡ് 5 ഇയർ പ്ലാനാണ്. ഓക്കെ, ദെൻ അടുത്ത ദിവസത്തോട് പോയാലോ. അടുത്ത ചോദ്യം, ലിറ്റിൽ ആൻഡമാൻ ഇൻ ദ സൗത്ത് ഈസ് സെപ്പറേറ്റഡ് ഫ്രം ദി നിക്കോബാർ ഐലൻഡ് ബൈ ദി ഡാഷ്. സോ നമ്മൾ പഠിച്ചിട്ടുണ്ട്, ആൻഡമാനെയും നിക്കോബാറിനെയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്ന ചാനൽ എത്രടാ? ഓപ്ഷൻ ബി 10 ഡിഗ്രി ചാനൽ അല്ലേ, നമ്മൾ ക്ലാസ്സിലൊക്കെ പഠിക്കുന്ന സാധനമാണ്. 10 ഡിഗ്രി ചാനലാണ് ആൻഡമാനെയും നിക്കോബാറിനെയും തമ്മിൽ എന്ത് ചെയ്തത്, സെപ്പറേറ്റ് ചെയ്യുന്ന ചാനൽ എന്ന് പറയുമ്പോൾ. ഇതിലിപ്പോൾ 8 ഡിഗ്രി ആരൊക്കെ തമ്മിലാ? 8 നമ്മൾ പഠിച്ചിട്ടുണ്ട്, ലക്ഷദ്വീപും മാൽദീവ്സും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നു. ലക്ഷദ്വീപും മാൽദീവ്സും ഏത്? 8 ഡിഗ്രി. 9 ഡിഗ്രി ആണെങ്കിലോ അത് ലക്ഷദ്വീപിൻ്റെ ദ്വീപായ മിനിക്കോയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നു. ഏത്? 9 ഡിഗ്രി. കേട്ടോ, ലക്ഷദ്വീപിൻ്റെ ദ്വീപായ മിനിക്കോയും തമ്മിൽ സെപ്പറേറ്റ് ചെയ്യുന്നത് 9 ഡിഗ്രി. അതുപോലെ 6 ഡിഗ്രിയും ചോദിക്കാം. 6 ഡിഗ്രി വരുന്നത് നമ്മുടെ ആൻഡമാൻ നിക്കോബാറിലെ ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡുകളെ, ഗ്രേറ്റ് നിക്കോബാർ ഐലൻഡിനെ ഇന്തോനേഷ്യയിലെ സുമാത്ര ഐലൻഡുമായി സെപ്പറേറ്റ് ചെയ്യുന്ന ചാനലാണ് ഏത്? 6 ഡിഗ്രി ചാനൽ, 6 ഡിഗ്രി ചാനൽ എന്ന് പറയുന്നത്. സോ അത് നോട്ട് ചെയ്യുക കേട്ടോ. 8, 9, 6. അതുപോലെ 10 ആരൊക്കെ തമ്മിലാ? ആൻഡമാൻ നിക്കോബാർ ആണ് എത്ര ഡിഗ്രി? 10 ഡിഗ്രി ചാനൽ എന്ന് പറയുന്നത്. ഓക്കെ, ദെൻ അടുത്ത ദിവസത്തിലോട്ട് പോയല്ലോ. അടുത്ത ചോദ്യം, ലിംഗരാജ ടെമ്പിൾ ഈസ് സിറ്റുവേറ്റഡ് ഇൻ വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ് ഓഫ് ഇന്ത്യ? നമ്മൾ ഓൾറെഡി തന്നെ ടെമ്പിൾസ് ഇൻ ഇന്ത്യ എന്ന് പറയുന്ന ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു അല്ലേ. അപ്പോൾ അതിൽ നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതായിരുന്നു ക്ഷേത്രം, ലിംഗരാജ ക്ഷേത്രം എന്ന് പറയുന്നത് അല്ലേ. ലിംഗരാജ ക്ഷേത്രം എവിടെ ഇരിക്കുന്നത്? ലിംഗരാജ, അതുപോലെ തന്നെ നമ്മുടെ പൂരി ജഗന്നാഥ ടെമ്പിൾ, ഇതൊക്കെ ഇരിക്കുന്നത് എവിടെയാണ്? ഒഡീഷയിലാണ് അല്ലേ. ഒഡീഷയിലാണ് അല്ലേ. ആരായി ക്ഷേത്രം കെട്ടിയത്? അതും പഠിച്ചിട്ടുണ്ടല്ലേ. ജജാതി കേസരി അല്ലേ. സോമവംശി ഡൈനാസ്റ്റി അല്ലേ. സോമവംശി ഡൈനാസ്റ്റിയിലെ ജജാതി കേസരിയാണ് എന്ത് കെട്ടിയത്? ഈ ലിംഗരാജ ടെമ്പിൾ നിർമ്മിച്ചത്. എവിടെയാ? ഒഡീഷ. എവിടെയാണ്? ഒഡീഷ. നമ്മൾ ആ വീഡിയോ കാണും കേട്ടോ. ടെമ്പിൾസ് ഇൻ ഇന്ത്യ അതൊരു ഇമ്പോർട്ടൻ്റ് ആണ്. സ്ട്രാറ്റജിക്കലി ടെമ്പിൾസ് ചോദിക്കാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് കൃത്യമായും ടെമ്പിൾസ് പഠിച്ച് വെക്കുക. ദെൻ അടുത്ത ചോദ്യം, ഇൻ വിച്ച് ഇയർ വാസ് ദി ഡൗറി പ്രൊഹിബിഷൻ ആക്ട് പാസ്ഡ് ഇൻ ഇന്ത്യ? ഏത് വർഷമാണ് സ്ത്രീധന നിരോധന നിയമം ആണ് ഡൗറി പ്രൊഹിബിഷൻ ആക്ട് ഇന്ത്യയിൽ പാസ് ചെയ്തത്? ആക്ച്വലി നമുക്ക് ഈ ക്വസ്റ്റ്യൻ നല്ലൊരു ചോദ്യമാണ്. അതായത് നമ്മുടെ ജോയിൻറ്റ് സിറ്റിനെ പറ്റി നിങ്ങൾ കേട്ടിട്ടുണ്ടോ? നമ്മുടെ ജോയിൻറ്റ് സിറ്റിംഗ്, അത് നമ്മുടെ ഈ നമുക്കറിയാം എന്തെങ്കിലും കാര്യം ഇന്ത്യയിൽ പാസ്സാക്കണമെങ്കിൽ, ബില്ല് പാസ്സാക്കണം എവിടെയൊക്കെയാണ്?
ലോകസഭയിലും രാജ്യസഭയിലും ആണല്ലേ. ആദ്യം ലോകസഭയിൽ, പിന്നെ രാജ്യസഭയിൽ, പിന്നെ പ്രസിഡന്റ് ഒപ്പുവെക്കും. ഇങ്ങനെയല്ലേ നമ്മുടെ ചില സമയത്തിൽ ഈ രണ്ട് ഹൗസും തമ്മിൽ എന്തെങ്കിലും ഒരു എന്താണ് സൈൻ ചെയ്യുന്നതിൽ വല്ല എന്തെങ്കിലും ഒരു വിയോജിപ്പ് ഉണ്ടാകുമ്പോൾ നമ്മുടെ ഇന്ത്യൻ പ്രസിഡന്റ് രണ്ട് ഹൗസിനെയും തമ്മിൽ എന്ത് ചെയ്യും, വിളിച്ചു കൂട്ടും കേട്ടോ. ആരാ വിളിച്ചു കൂട്ടുന്നത്? ഇന്ത്യൻ പ്രസിഡന്റ്. അതാണ് എന്ത്, ജോയിന്റ് സിറ്റ് എന്ന് പറയുന്നത്. ഇത് ആർട്ടിക്കിൾ 108 പറയുന്നത്. ഇന്ത്യൻ കോൺസ്റ്റിറ്റ്യൂഷന്റെ 108 ആർട്ടിക്കിളാണ് ജോയിന്റ് സിറ്റിങ്ങിനെ പറ്റി പറയുന്നത്. അപ്പോൾ ജോയിന്റ് സിറ്റിങ്ങിനെ ആരെ വിളിച്ചു കൂട്ടുന്നതെന്ന് ചോദിച്ചാൽ ഇന്ത്യൻ പ്രസിഡന്റാണ് ഈ രണ്ട് ഹൗസിനെയും വിളിച്ചു കൂട്ടുകയും നമ്മുടെ ലോകസഭ സ്പീക്കർ ആയിരിക്കും അതിൻ്റെ അധ്യക്ഷൻ. അപ്പം അങ്ങനെയും ചോദിക്കാം, വിളിച്ചു കൂട്ടുന്നത് പ്രസിഡന്റ്, ആരാണ് അതിൻ്റെ അധ്യക്ഷൻ എന്ന് ചോദിച്ചാൽ ലോകസഭ സ്പീക്കറാണ് അതിൻ്റെ അധ്യക്ഷനായിട്ട് ഇരിക്കുന്നത്. ഓക്കെ, അങ്ങനെ ഇന്ത്യയിൽ 3 തവണയാണ് ഈ ജോയിന്റ് സിറ്റിംഗ് നടന്നിട്ടുള്ളത്. അതിൽ ഒന്ന്, ആദ്യത്തത് ഡൗറി പ്രൊഹിബിഷൻ ആക്ട് പാസ് ചെയ്യണമായിരുന്നു. അത് 1961 കേട്ടോ, നോട്ട് ചെയ്യുക കേട്ടോ. ആദ്യമായിട്ട് ജോയിന്റ് സിറ്റിംഗ് കൂടിയത് 1961 ഏത്, ഡൗറി പ്രൊഹിബിഷൻ ആക്ടിനായിരുന്നു. ഓക്കെ, ദെൻ രണ്ടാമത് നമ്മൾ ജോയിന്റ് സിറ്റിംഗ് കൂട്ടിയത് 1978. 1978 ബാങ്കിങ് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട്, ബാങ്കിങ് സർവീസ് കമ്മീഷനുമായി ബന്ധപ്പെട്ട് 1978 രണ്ടാമത്. പിന്നെ അവസാനമായി നമ്മൾ വെച്ചത് 2002 നമ്മുടെ പോട്ട, എന്താ, പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട് 2002. അങ്ങനെ 3 തവണയാണ് ഇന്ത്യയിൽ ജോയിന്റ് സിറ്റിംഗ് കൂടിയിട്ടുള്ളത്. ഏതൊക്കെ വർഷം? 1961, 1972, 2002. 1961 ഏതാ, ഡൗറി പ്രൊഹിബിഷൻ ആക്റ്റും, 1978 ഏതാ, ബാങ്കിങ് സർവീസ് കമ്മീഷനും, 2002 ഏതാ, പ്രിവെൻഷൻ ഓഫ് ടെററിസം ആക്ട്. അങ്ങനെ 3 തവണയാണ് ജോയിന്റ് സിറ്റിംഗ്. അപ്പോൾ ഏത് ആർട്ടിക്കിളാണ് പറയുന്ന? ആർട്ടിക്കിൾ 108 ഡൗറി ജോയിന്റ് സിറ്റിങ്ങിനെ പറ്റി പറയുന്ന ആർട്ടിക്കിൾ. ഓക്കെ, ദെൻ അടുത്ത ദിവസത്തിലോട്ട് പോയല്ലോ. ചോദ്യം, വിച്ച് അമംഗ് ദ ഫോളോയിങ് ലേക്ക് ഈസ് ഓൾസോ നോൺ ആസ് ശ്രീനഗർ ജുവൽ? ശ്രീനഗറിൻ്റെ ജുവൽ എന്നറിയപ്പെടുന്ന ലേക്ക് ആരാണ്? സോ നമുക്കറിയാം ശ്രീനഗറിൻ്റെ ജുവൽ ഡാൽ ലേക്കാണ് അല്ലേ. നമ്മുടെ ഡാൽ ലേക്കാണ് ശ്രീനഗറിൻ്റെ ജുവൽ എന്നറിയപ്പെടുന്നത് കേട്ടോ. നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്യുന്ന ചോദ്യമാണ് ആ ക്വസ്റ്റ്യൻ അല്ലേ. ശ്രീനഗറിൻ്റെ ജുവൽ ആരാ? ഡാൽ ലേക്ക്. ദെൻ അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദ ഫോളോയിങ് പീക്ക് ഈസ് ദി ഹയസ്റ്റ് പീക്ക് ഓഫ് ജാർഖണ്ഡ്? ജാർഖണ്ഡിൻ്റെ ഹയസ്റ്റ് പീക്ക്. സോ ഇത് നമ്മൾ ഒരുപാട് ഡിസ്കസ് ചെയ്തിട്ടുണ്ട് അല്ലേ. അതുമല്ല, നമ്മൾ ഇന്ത്യയിലെ പ്രധാനപ്പെട്ട മൗണ്ടൻസിനെ പറ്റി ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു. അതിൽ ചെയ്തിട്ടുണ്ടായിരുന്നു ജാർഖണ്ഡിൻ്റെ ഹയസ്റ്റ് പീക്ക് ആരാ? ഓപ്ഷൻ 4 പരശ്നാഥ് ആണ് അല്ലേ. പരശ്നാഥാണ് ജാർഖണ്ഡിൻ്റെ ഏറ്റവും ഹയസ്റ്റ് പീക്ക് എന്ന് പറയുന്നത് അല്ലേ. ഡിയോമാലി എവിടത്തെയാ? ഒഡീഷയുടെ ഹയസ്റ്റ് പീക്കാണ് ഡിയോമാലി. ആനമുടി നമുക്കറിയാം കേരളത്തിൻ്റെ അല്ലെങ്കിൽ നമ്മുടെ വെസ്റ്റേൺ ഗട്ട്സിൻ്റെ ഹയസ്റ്റ് പീക്കാണ് ആര്? ആനമുടി. സോ ജാർഖണ്ഡിനെയാണ് പരശ്നാഥ്. ഓക്കെ, ദെൻ നെക്സ്റ്റ് ചോദ്യം, വിച്ച് പാസ് കണക്ട് ദ കുളു വാലി വിത്ത് ദി ലാഹുൽ ആൻഡ് സ്പിത്തി വാലി ഓഫ് ഹിമാചൽ പ്രദേശ്? അത് നമ്മുടെ ലാഹുൽ എന്ന് പറയുന്നത് നമ്മുടെ മണാലിയാണ്. നമ്മുടെ മണാലിയെ സ്പിത്തി വാലിയുമായി കണക്ട് ചെയ്യുന്ന ചുരം ഏത്? നമ്മൾ ക്ലാസ്സിൽ പഠിച്ചിട്ടുള്ളതാണല്ലേ. മണാലി സ്പിത്തി ഏതാ? ഓപ്ഷൻ സി റോക്തങ് പാസ് അല്ലേ. നമ്മുടെ റോക്തങ് പാസ്സാണ്. കാരണം ഇതിലിപ്പോൾ താമരശ്ശേരി നമുക്കറിയാം കേരളത്തിലാണ്. നമ്മുടെ കോഴിക്കോട് വയനാട് അല്ലേ. കോഴിക്കോടിൻ്റെ വയനാട്. ബനിഹലാണെങ്കിൽ എവിടെയാ? ബനിഹൽ നമ്മുടെ ജമ്മുവിലാണ്. ജമ്മു ശ്രീനഗർ. ലീപ്പിലേക്ക് എവിടെയാ? ഉത്തരാഖണ്ഡിലാണല്ലേ. ഉത്തരാഖണ്ഡ്, ടിബറ്റ്, അതാണ് ലീപ്പിലേക്ക്. സോ റോക്തങ് പാസ് ആണ് മണാലിയെ സ്പിത്തിയുമായി കണക്ട് ചെയ്യുന്നത്. മണാലി സ്പിത്തി. ഓക്കെ, ദെൻ നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് അമംഗ് ദ ഫോളോയിങ് ഈസ് എ ബാക്ടീരിയൽ ഡിസീസ്? ഓക്കെ, നമ്മൾ താഴെക്കുളത്തിൽ ഏതാണ് ബാക്ടീരിയൽ? നമുക്കറിയാം വൈറസ്, ബാക്ടീരിയ ഒക്കെ ഉണ്ടല്ലേ. സോ നമുക്ക് നോക്കാം. റാബിസ് ഒരു വൈറസ് ആണല്ലേ. വൈറസ് ആണ്, അപ്പോൾ അല്ല. ലെപ്രസി, ലെപ്രസി ഒരു ബാക്ടീരിയ രോഗമാണ് അല്ലേ. മലേറിയ പ്രോട്ടോസോവയാണ് അല്ലേ. പ്രോട്ടോസോവ. എബോള വൈറസ് ആണ് അല്ലേ. സോ ആൻസർ ഏതാ? ഓപ്ഷൻ ബി ലെപ്രസി ആണ് ഒരു ബാക്ടീരിയൽ ഡിസീസ്. സോ ഇത് പഠിക്കണം കേട്ടോ. വൈറസ് ഏതൊക്കെയാണ്, ബാക്ടീരിയ ഏതാണെന്നുള്ളത് പഠിച്ചു വെക്കുക കേട്ടോ. എക്സാം പോയിന്റ് ഓഫ് വ്യൂ അത് ചോദിക്കും, ഏതൊക്കെയാണ് വൈറസ്, ഏതൊക്കെ ബാക്ടീരിയ ആണ്. സോ ലെപ്രസി ഒരു ബാക്ടീരിയ രോഗമാണ്. സോ ആൻസർ ഓപ്ഷൻ ബി ലെപ്രസി. ഓക്കെ, സോ ഞാൻ ഈ ഒരു വീഡിയോയിൽ നമ്മുടെ കഴിഞ്ഞ NTPC ചോദിച്ച
10 ക്വസ്റ്റ്യൻ ആണ് എടുത്തിട്ടുള്ളത്. നമ്മൾ ഈ വരുന്ന ദിവസങ്ങളിൽ എന്തായാലും നമുക്ക് NTPC എക്സാം വരികയില്ലേ, മാക്സിമം നമുക്ക് GK ഇതുപോലുള്ള നമുക്ക് റാൻഡം ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യുക എടുത്തിട്ട് മുൻവർഷം ചോദിച്ചതും കാര്യങ്ങൾ നമുക്ക് ചെയ്യുന്നതാണ്. ഓക്കെ, സോ ഞാൻ നെക്സ്റ്റ് ഒരു വീഡിയോയുമായി വീണ്ടും വരുന്നതാണ്. ഓക്കെ, താങ്ക് യു.